يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. വിശ്വാസികളെ, നിങ്ങൾക്കായി കൊലപാതകങ്ങളിൽ പ്രതിക്രിയാ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രനായ മനുഷ്യൻ കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു. അടിമയാണ് കൊലയാളിയെങ്കിൽ ആ അടിമ തന്നെ കൊല്ലപ്പെടേണ്ടതാകുന്നു. സ്ത്രീയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം. എന്നാൽ ഒരു കൊലയാളിയോട് അയാളുടെ സഹോദരൻ ദയ കാണിക്കാൻ തയ്യാറായാൽ അപ്പോൾ ന്യായമായ നഷ്ടപരിഹാരത്തിന്മേൽ ഒത്തുതീരേണ്ടതാകുന്നു. കൊലയാളി നല്ല നിലയിൽ ആ നഷ്ടപരിഹാരം നൽകേണ്ടതുമാകുന്നു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരിളവും അനുഗ്രഹവുമാണിത്. എന്നിട്ടും വല്ലവനും അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവന് നോവുന്ന ശിക്ഷയുണ്ട്. ഖിസ്വാസ് എന്നാൽ വധത്തിനുള്ള പ്രതിക്രിയ. അതായത് ഒരുവൻ അപരനോട് ചെയ്തത് അവനോടും ചെയ്യുക. എന്നാൽ കൊലയാളി ഏതു വിധത്തിൽ മറ്റൊരുവനെ കൊന്നുവോ അതേ വിധത്തിൽ കൊലയാളിയെയും കൊല്ലണമെന്ന് അതിനർത്ഥമില്ല. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനു പകരം കൊലയാളിയുടെ ജീവനും നഷ്ടപ്പെടുത്തണമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു സമുദായത്തിലെയോ ഗോത്രത്തിലെയോ ആളുകൾ അവരിൽ നിന്ന് വധിക്കപ്പെട്ട ആളുടെ ജീവന് എത്ര വിലമതിച്ചിരുന്നുവോ അതേ വിലയ്ക്കുള്ള ജീവൻ കൊലയാളിയുടെ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ ഹനിക്കുക എന്ന സമ്പ്രദായമാണ് അനിസ്ലാമിക കാലത്ത് നടപ്പുണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവന് പകരം കൊലയാളിയെ മാത്രം കൊല്ലുന്നതുകൊണ്ട് അവരുടെ രോഷം അടങ്ങിയിരുന്നില്ല. ഒരാൾക്ക് പകരം 10 or 100 ആളുകളോട് പ്രതികാരം ചെയ്യാൻ അവർ മുതിർന്നിരുന്നു. തങ്ങളുടെ കക്ഷിയിലെ ഒരു ഉന്നത വ്യക്തിയെ മറുഭാഗത്തിലെ ഒരു സാധാരണക്കാരൻ വധിക്കുന്ന പക്ഷം ആ കൊലയാളിയെ മാത്രം കൊല്ലുന്നതുകൊണ്ട് അവർ തൃപ്തി അടഞ്ഞിരുന്നില്ല. മറിച്ച് കൊലയാളിയുടെ ഗോത്രത്തിലെ ഒരു ഉന്നത വ്യക്തി തന്നെ കൊല്ലപ്പെടണം. അല്ലെങ്കിൽ ഒരാൾക്ക് പകരം കുറെ വ്യക്തികൾ വധിക്കപ്പെടണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. കൊല്ലപ്പെട്ടവൻ നിസാരനും കൊലയാളി വലിയ സ്ഥാനമാനങ്ങളുമുള്ളവനാണെങ്കിൽ കൊല്ലപ്പെട്ടവന് പകരം ആ കൊലയാളിയെ കൊല്ലുന്നതിൽ മതിയാക്കുന്നത് അസഹ്യമായിരുന്നു. ഇത് പഴയ ജാഹിലീയത്തിൽ മാത്രം നടപ്പുണ്ടായിരുന്ന അവസ്ഥയല്ല. ഇക്കാലത്ത് ഏറ്റവും പരിഷ്കൃതരെന്ന് ഗണിക്കപ്പെടുന്ന ചില രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിൽ പോലും ചിലപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്: ഞങ്ങളിൽ ഒരു വ്യക്തി വധിക്കപ്പെടുന്ന പക്ഷം ഘാതകന്റെ സമുദായത്തിലെ 50 വ്യക്തികളെ ഞങ്ങൾ കൊല്ലുമെന്ന്. ഒരു വ്യക്തിയെ കൊന്നതിന് കൊലയാളിയുടെ സമുദായത്തിലെ ഇത്ര തടവുകാരെ വെടിവെച്ചു കൊന്നുവെന്ന് പലപ്പോഴും കേൾക്കാം. മറുവശത്ത് കൊലയാളി ഭരണകർത്താക്കളുടെയും വധിക്കപ്പെട്ടവൻ ഭരണീയരുടെയും സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ വധശിക്ഷ വിധിക്കാതെ ഒഴിഞ്ഞുമാറുകയെന്ന നയം ഇന്നത്തെ നാമമാത്ര പരിഷ്കൃത രാഷ്ട്രങ്ങളിലെ കോടതികൾ പോലും അനുവർത്തിച്ചു വരുന്നു. ഈ തകരാറുകളുടെ പഴുതടയ്ക്കുന്ന വിധിയാണ് ഈ വാക്യത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. അള്ളാഹു അരുൾ ചെയ്യുന്നു: കൊന്നവനാര് കൊല്ലപ്പെട്ടവനാര് എന്ന് പരിഗണിക്കാതെ കൊല്ലപ്പെട്ടവന് പകരം കൊന്നവനെ മാത്രം വധിക്കേണ്ടതാണ്. സഹോദരൻ എന്ന പദം പ്രയോഗിച്ചതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനുള്ള പരോക്ഷമായ ഒരു ശുപാർശയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത്, കൊലയാളിയോട് നിങ്ങൾക്ക് പിതാവിനെ കൊന്നവനോടെന്ന പോലുള്ള അമർഷവും വെറുപ്പുമുണ്ടായിരുന്നാലും മനുഷ്യരെന്ന നിലയ്ക്ക് നിങ്ങൾ സഹോദരങ്ങളാണ്. അതിനാൽ അപരാധിയായ സഹോദരന്റെ നേർക്കുള്ള പ്രതികാര വികാരം അടക്കിവെക്കുകയാണ് മനുഷ്യത്വത്തിന് കൂടുതൽ അനുയോജ്യം. ഈ വാക്യത്തിൽ നിന്ന് മറ്റൊരു സംഗതി കൂടി മനസ്സിലാകുന്നുണ്ട്. ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളിൽ കൊലപാതക കേസ് പോലും ഒത്തുതീരാവുന്നതാണ്. കൊലയാളിക്ക് മാപ്പു നൽകാൻ കൊല്ലപ്പെട്ടവന്റെ പിൻഗാമികൾക്ക് അവകാശമുണ്ട്. അവർ മാപ്പ് ചെയ്താൽ കൊലയാളിയെ വധിക്കണമെന്ന് ശഠിക്കാൻ കോടതിക്ക് അനുവാദമില്ല. എന്നാൽ താഴെ വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ വധിക്കപ്പെട്ടവന്റെ അവകാശികൾ മാപ്പ് ചെയ്യുന്ന പക്ഷം കൊലയാളി അവർക്ക് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. ന്യായം എന്നർത്ഥം കൊടുത്ത മഅറൂഫ് എന്ന വാക്ക് ഖുർആനിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യന് പൊതുവെ പരിചയമുള്ള ശരിയായ നടപടികളാണ് അതുകൊണ്ടുള്ള വിവക്ഷ. വ്യക്തിപരമായ സങ്കുചിത താൽപര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ഏതൊരാളും
അതാണ് സത്യമെന്നും നീതിയെന്നും ഉചിതമായ കർമ്മനയമെന്നും സമ്മതിച്ചു പറയുന്നതാണ്. പൊതുസമ്പ്രദായത്തിനും ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഉർഫ്, മഅറൂഫ് എന്നിങ്ങനെ പറയാറുണ്ട്. ശരീഅത്ത് പ്രത്യേക നിയമം നൽകിയിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളിലും ഉർഫ് പരിഗണനീയമാണ്. വധിക്കപ്പെട്ടവന്റെ അവകാശികൾ പിഴ വസൂലാക്കിയതിനു ശേഷം വീണ്ടും പ്രതികാരത്തിന് ശ്രമിക്കുക, അല്ലെങ്കിൽ കൊലയാളി പിഴയടക്കുന്നതിൽ വൈമനസ്യം കാണിക്കുകയും വധിക്കപ്പെട്ടവന്റെ അവകാശികൾ തന്നോട് ചെയ്ത ഔദാര്യത്തിന് നന്ദികേട് കാണിക്കുകയും ചെയ്യുക. ഇതാണ് കേസ് ഒത്തുതീർന്നിട്ടും അതിക്രമം കാണിക്കുന്നതിന് ഉദാഹരണം. وَلَكُمْ فِي الْقِصَاصِ حَيَاةٌ يَا أُولِي الْأَلْبَابِ لَعَلَّكُمْ تَتَّقُونَ. ബുദ്ധിയും ബോധവുമുള്ളവരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. ഈ നിയമത്തിന്റെ ലംഘനം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ജാഹിലിയാക്കളിൽ ഒരു വിഭാഗം പ്രതികാര നടപടിയിൽ അതിർ കവിഞ്ഞിരുന്നതുപോലെ മറ്റൊരു വിഭാഗം വിട്ടുവീഴ്ചയിലും അതിർ കവിഞ്ഞിരുന്നു. അക്കൂട്ടർ വധശിക്ഷയ്ക്കെതിരെ പ്രചണ്ഡമായ പ്രചാരവേല നടത്തി. അതിൻ ഫലമായി കൊലയാളിയെ ശിക്ഷിക്കുന്നത് വെറുക്കപ്പെട്ട മഹാദുഷ്കൃത്യമാണെന്ന് വളരെ പേർ ധരിച്ചു തുടങ്ങി. ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങൾ വധശിക്ഷാ നിയമം റദ്ദു ചെയ്തു. പ്രതിക്രിയാ നിയമത്തിൽ സമൂഹത്തിന്റെ ജീവിതമാണ് നിലകൊള്ളുന്നതെന്ന് ബുദ്ധിയും വിവേകവുമുള്ളവരെ വിളിച്ചുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. മനുഷ്യജീവനെ മാനിക്കാത്തവരുടെ ജീവനെ മാനിക്കുന്ന സമൂഹം സ്വന്തം മടിത്തട്ടിൽ സർപ്പത്തെ വളർത്തുകയാണ്. ഒരു കൊലയാളിയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് എത്രയോ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് അവർ. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. നിങ്ങളിലൊരുവന് മരണമടുത്താൽ ധനം ശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ന്യായമായ രീതിയിൽ വസിയ്യത്ത് ചെയ്യുക നിർബന്ധമാക്കിയിരിക്കുന്നു. ഭക്തന്മാർക്ക് ഇതൊരു ബാധ്യതയാകുന്നു. ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്തുക്കൾ അനന്തരാവകാശികളിൽ ഓഹരി ചെയ്യാൻ പ്രത്യേക നിയമം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നൽകപ്പെട്ട വിധിയാണിത്. മരണാനന്തരം കുടുംബങ്ങൾക്കിടയിൽ കുഴപ്പമില്ലാതിരിക്കാനും ആരുടെയും അവകാശം അപഹരിക്കപ്പെടാതിരിക്കാനും വേണ്ടി അവകാശികൾക്കുള്ള ഓഹരികൾ വസിയ്യത്ത് മുഖേന നിശ്ചയിക്കാനാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. പിന്നീട് സൂറത്തു നിസാഇൽ അനന്തര സ്വത്ത് വിഭജനത്തിന് അള്ളാഹു തന്നെ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചു. അപ്പോൾ വസിയ്യത്തിന്റെയും അനന്തരാവകാശത്തിന്റെയും നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നബി തിരുമേനി 2 വ്യവസ്ഥകൾ പഠിപ്പിച്ചു. ഒന്ന്, അനന്തരാവകാശ നിയമപ്രകാരം ഓഹരി ലഭിക്കുന്നവർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യാവതല്ല. അതായത് ഖുർആനിൽ നിശ്ചയിക്കപ്പെട്ട ബന്ധുക്കളുടെ ഓഹരികൾ വസിയ്യത്ത് മുഖേന കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. ഒരു അവകാശിയെ വസിയ്യത്ത് മുഖേന അവകാശത്തിൽ നിന്ന് തടയാനും പാടില്ല. ഏതെങ്കിലും അനന്തരാവകാശിക്ക് നിയമാനുസൃതമായ ഓഹരിക്ക് പുറമേ മറ്റു വല്ലതും വസിയ്യത്ത് മൂലം കൊടുക്കാവതുമല്ല. 2, ആകെ സ്വത്തിന്റെ 1/3 വരെ മാത്രമേ വസിയ്യത്ത് ചെയ്യാവൂ. തിരുമേനിയുടെ ഈ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം: മരണാനന്തരം സ്വത്തിന്റെ 2/3 ഭാഗമെങ്കിലും അവകാശികളിൽ വീതിക്കേണ്ടതാണ്. പരമാവധി 1/3 ഭാഗമേ വസിയ്യത്ത് ചെയ്യാൻ പറ്റൂ. വസിയ്യത്ത് ചെയ്യുന്നത് അനന്തരാവകാശ നിയമപ്രകാരം ഓഹരി ലഭിക്കാത്തവർക്കായിരിക്കണം. കുടുംബത്തിലോ ഗോത്രത്തിലോ ഉള്ള സാമ്പത്തിക സഹായം അർഹിക്കുന്നവർക്കും സ്വന്തം ഗോത്രത്തിന് പുറമേയുള്ള അഗതികൾക്കും പൊതുജനോപകാരത്തിനും വേണ്ടി വസിയ്യത്ത് ചെയ്യേണ്ടതാണ്. പിൽക്കാലത്തെ ജനങ്ങൾ വസിയ്യത്തിനുള്ള ഈ കൽപ്പന കേവലം ഒരു ശുപാർശ മാത്രമായി ഗണിച്ചു. അങ്ങനെ വസിയ്യത്തിന്റെ സമ്പ്രദായം തന്നെ മിക്കവാറും നിലവിലില്ലാതായി തീർന്നു. എന്നാൽ ഇത് അള്ളാഹു ദൈവഭക്തന്മാരുടെ മേൽ ചുമത്തിയ ഒരു ബാധ്യതയായാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഈ ബാധ്യത നിർവഹിക്കാൻ സന്നദ്ധരാകുന്ന പക്ഷം അനന്തരാവകാശം സംബന്ധിച്ച് ജനഹൃദയങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കപ്പെടുന്നതാണ്. പിതാമഹന്റെ ജീവിതകാലത്തു തന്നെ പിതാവ് മരിച്ചുപോയ പൗത്രന്മാരുടെയും പൗത്രിമാരുടെയും പ്രശ്നം ഒരു ഉദാഹരണമാണ്. يا أيها الذين آمنوا كتب عليكم القصاص في القتلى